നമ്മൾ നാട്ടിലെ ആംഗ്ലേഴ്സിന് വലിയ പരിചയമില്ലാത്തൊരു മീനെ കാണിച്ചു തരാം. ടൈലർ എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലൂ ഫിഷ്. നല്ല പല്ലുള്ള ഐറ്റമാണേ. എന്ന് പറഞ്ഞാൽ ലീഡർ ലൈനൊക്കെ ബാരക്കൂടയുടെ പോലെ നമ്മൾ നല്ല ലീഡർ ലൈൻ ഇട്ടില്ലെങ്കിൽ എടുത്ത പിടിക്ക് അടിച്ചുകൊണ്ട് പോകും. ഇവിടെ ഓസ്ട്രേലിയയിൽ ഈ സാധനത്തിന് ഒരു ഗ്യാങ് ഹുക്ക് ഉപയോഗിക്കും. അതായത് ഒരു 3 ഹുക്കുള്ളത്. അപ്പോൾ ഹുക്കുമ്പോൾ പിടിച്ച് കിട്ടും. എന്നാലും വരെ വിഴുങ്ങി അവർ ലൈൻ പൊട്ടിക്കും. എൻ്റെ കുറേ പൊട്ടിച്ചു. ഞാനിപ്പോൾ വിചാരിക്കണത് ചെറിയൊരു 20 LB മറ്റേ സ്റ്റീലിൻ്റെ ലീഡർ ലൈൻ മേടിച്ചിട്ടുള്ള ആലോചിക്കുകയാണ്. ഇവൻ്റെ മിനിമം സൈസ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ് 30 സെൻറ്റിമീറ്റർ ആണ് മിനിമം. ഇതിന് താഴെ കുറേ കിട്ടി, അതെല്ലാം കളഞ്ഞു. ഇത് 30 സെൻറ്റിമീറ്റർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കാം. വറക്കാൻ ബെസ്റ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പിടിച്ചായിരുന്നു. അതിൻ്റെ കൂടെ നമുക്കൊരു ഡോഗ് ടൂത്ത് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ബോണീറ്റോ വന്നു കഴിഞ്ഞ് ജിഗിട്ടപ്പോഴത്തേനും ജിഗിനത്തോടെ അടിച്ച് കയറി. പക്ഷേ അവിടെ കിടന്ന ബ്രേഡിൽ ഉടക്കിയത് പൊട്ടിപ്പോയി. ആ വിഷമത്തിലായിരുന്നു ഞാൻ. അത് കഴിഞ്ഞപ്പോൾ താണ്ടേ ഒരെണ്ണം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവനും അതെ, അത്യാവശ്യം നല്ല പല്ലുള്ള ടൈപ്പാണ്. ഇതിൻ്റെയൊക്കെ വായ കണ്ടോ, നിറയെ പല്ലാണ്. ഇത് നോക്കിയ പല്ലിൻ്റെ സൈസ്. ഡോഗ് ടൂത്ത് എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ മാക്ടൂണുണ്ട്, പല്ലില്ലാത്ത ടൂൺ അവിടെ കിട്ടും. പക്ഷേ ഇത് പല്ലുള്ള ടൈപ്പാണ്. കൂടുതലും ഈ ഇരുട്ടുമ്പോഴാണ് അടിക്കുന്നത്. പകലങ്ങനെ അടിച്ച് ചാൻസ് കുറവാണ് കിട്ടൽ. ഞാൻ കണ്ടിട്ടുള്ള ഡോഗ് ടൂത്ത് എല്ലാവരും ഇരുട്ടുമ്പോഴാണ് അടിക്കുക. കുറച്ച് ഹണ്ടിങ് പുള്ളിക്കാരൻ വെട്ടമില്ലാത്തപ്പോഴാണ്. മാക്കും ലോങ് ടൈൽ ടൂണൊക്കെ ഇപ്പോൾ അതിൽ പകലടിക്കും. അങ്ങനെ ഇത് 2 എണ്ണമാണ് ഇന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുത്തേക്കണേ. ബാക്കിയെല്ലാം കളഞ്ഞു. അപ്പോൾ ശരി. ബ്ലൂ ഫിഷ് കേട്ടോ, ഒന്നുകൂടി പേര് പറഞ്ഞേക്കാം. ടൈലർ അല്ലെങ്കിൽ ബ്ലൂ ഫിഷ്.